നമസ്കാരം. സ്പോർട്സ് പിച്ച് സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. IPL 2026 സീസണിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫറുകളിലൊന്നായിരുന്നു സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തിയത്. സഞ്ജു മഞ്ഞക്കുപ്പായത്തിലെത്തിയ അന്നുമുതൽ ആരാധകർക്കിടയിൽ ഉയരുന്ന ഒരേ ഒരു ചോദ്യം ഇതായിരുന്നു: ചെന്നൈയുടെ നായകസ്ഥാനം ഇനി സഞ്ജു ഏറ്റെടുക്കുമോ? എന്നാൽ ഈ ചർച്ചകൾക്കെല്ലാം വിരാമമിട്ടുകൊണ്ട് സഞ്ജു സാംസൺ തന്നെ നേരിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. നായകൻ ഋതുരാജ് ഗെയ്ക്വാഡിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സഞ്ജു നടത്തിയ ഈ പുതിയ പ്രസ്താവന ചെന്നൈ ക്യാമ്പിലെ ഐക്യത്തിന്റെ കഥയാണ് പറയുന്നത്. ഒരു ജേർണലിസ്റ്റ് ശൈലിയിൽ സഞ്ജുവിന്റെ ഈ മാസീവ് പ്രതികരണത്തെ നമുക്ക് വിശകലനം ചെയ്യാം. രാജസ്ഥാൻ റോയൽസിനെ നയിച്ച പാരമ്പര്യമുള്ള സഞ്ജു സാംസൺ ചെന്നൈയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ക്യാപ്റ്റൻസി ചർച്ചകൾ സജീവമായിരുന്നു. എന്നാൽ സഞ്ജു പറയുന്നത് ഇങ്ങനെയാണ്: ചെന്നൈ സൂപ്പർ കിങ്സ് ഋതുരാജിന് കീഴിൽ സുരക്ഷിതമാണ്. അദ്ദേഹത്തിന്റെ നായകത്വത്തിന് കീഴിൽ ഒരു കളിക്കാരനായി ഇറങ്ങുന്നതിൽ എനിക്ക് വലിയ സന്തോഷമേ ഉള്ളൂ. ടീമിനെ ഉന്നതങ്ങളിലെത്തിക്കാൻ ഋതുരാജിന് എല്ലാ കഴിവുമുണ്ട്. ഒരു വലിയ ടീമിലേക്ക് വരുമ്പോൾ തന്റെ ഇമേജിനേക്കാൾ ഉപരി ടീമിന്റെ വിജയത്തിന് പ്രാധാന്യം നൽകുന്ന സഞ്ജുവിന്റെ ഈ മനോഭാവത്തെ സ്പോർട്സ് ലോകം കയ്യടികളോടെയാണ് സ്വീകരിക്കുന്നത്. സഞ്ജു സാംസൺ CSKയിൽ എത്തിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല വിധത്തിലുള്ള ക്യാമ്പയിനുകൾ നടന്നിരുന്നു. സഞ്ജുവിനെ നായകനാക്കണമെന്നും ഋതുരാജ് ബാറ്റിംഗിൽ മാത്രം ശ്രദ്ധിക്കണമെന്നും ആരാധകർ വാദിച്ചു. എന്നാൽ സഞ്ജു ഈ വാദങ്ങളെയെല്ലാം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. സഞ്ജുവിന്റെ ഈ നിലപാട് ചെന്നൈ മാനേജ്മെന്റിനും വലിയ ആശ്വാസമാണ് നൽകുന്നത്. ടീമിനുള്ളിൽ ഒരു അധികാര തർക്കം അല്ലെങ്കിൽ പവർ സ്ട്രഗിൾ ഉണ്ടാകില്ലെന്ന് സഞ്ജു ഉറപ്പുവരുത്തി കഴിഞ്ഞു. ഋതുരാജ് ഗെയ്ക്വാഡ് എന്ന യുവനായകന് സഞ്ജുവിനെ പോലൊരു സീനിയർ താരത്തിന്റെ ഈ പിന്തുണ നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഗ്രൗണ്ടിൽ ഇരുവരും തമ്മിലുള്ള കെമിസ്ട്രി ഇതിനോടകം തന്നെ നാം കണ്ടുകഴിഞ്ഞു. ബാറ്റിംഗിൽ ഋതുരാജ് പതറുമ്പോൾ സഞ്ജു ഓടിയെത്തി ഉപദേശങ്ങൾ നൽകുന്നതും തന്ത്രങ്ങൾ മെനയുമ്പോൾ ഇരുവരും ഒരുമിച്ച് നിൽക്കുന്നതും ചെന്നൈ ആരാധകർക്ക് പുത്തൻ പ്രതീക്ഷയാണ് നൽകുന്നത്. രോഹിത് ശർമ്മയും ഹാർദിക് പാണ്ഡ്യയും തമ്മിലുള്ള തർക്കങ്ങൾ മുംബൈ ഇന്ത്യൻസിനെ തകർത്തത് നാം കണ്ടതാണ്. എന്നാൽ ചെന്നൈയിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടാകില്ലെന്ന് സഞ്ജു തന്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കി. തന്റെ അനുഭവസമ്പത്ത് ഋതുരാജിന് ഗുണകരമാകുന്ന രീതിയിൽ ഉപയോഗിക്കാനാണ് സഞ്ജു ആഗ്രഹിക്കുന്നത്. സഞ്ജു ക്യാപ്റ്റനാകുന്നത് കാണാൻ ആഗ്രഹിച്ച ആയിരക്കണക്കിന് മലയാളി ആരാധകർക്ക് സഞ്ജുവിന്റെ ഈ വാക്കുകൾ അല്പം നിരാശ നൽകിയേക്കാം. എങ്കിലും ഒരു മികച്ച ടീം പ്ലെയർ എന്ന നിലയിൽ സഞ്ജു എടുത്ത തീരുമാനം ശരിയാണെന്നാണ് ക്രിക്കറ്റ് വിദഗ്ധർ പറയുന്നത്. ഋതുരാജ് ടീമിനെ നയിക്കുമ്പോൾ സഞ്ജുവിന് തന്റെ ബാറ്റിംഗിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ഇത് ചെന്നൈക്ക് വലിയ സ്കോറുകൾ സമ്മാനിക്കാൻ സഹായിക്കും. സഞ്ജു സാംസൺ എന്ന വലിയ താരത്തിന്റെ വിനയവും ടീമിനോടുള്ള കൂറുമാണ് ഇവിടെ പ്രകടമാകുന്നത്. ഋതുരാജിന് പൂർണ്ണ പിന്തുണ നൽകുന്നതിലൂടെ ചെന്നൈയുടെ 6ാം കിരീടം എന്ന സ്വപ്നത്തിലേക്ക് ഒരു പടി കൂടി അടുക്കുകയാണ് മഞ്ഞപ്പട. സഞ്ജുവും ഋതുരാജും കൈകോർക്കുമ്പോൾ IPLലെ ഏറ്റവും കരുത്തുറ്റ ടീമായി ചെന്നൈ മാറിക്കഴിഞ്ഞു. സഞ്ജു സാംസണിന്റെ ഈ തീരുമാനത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു? അദ്ദേഹം ക്യാപ്റ്റൻ ആകണമായിരുന്നു എന്ന് നിങ്ങൾക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. CSK വാർത്തകളും സഞ്ജു സാംസണിന്റെ വിശേഷങ്ങളും അറിയാൻ സ്പോർട്സ് പിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക.